കുട്ടികൾക്ക് കളിക്കാൻ വീടുകളിൽ മുറ്റമില്ലാതായതോടെയാണ് പാർക്കുകളുടെ പ്രസക്തിയേറിയത്. എന്നാൽ പലയിടങ്ങളിലെയും പാർക്കുകളുടെ അവസ്ഥ ദയനീയമാണ്. കോഴിക്കോട് പ്രധാന ബീച്ചിനോട് ചേർന്നുള്ള ലയൺസ് പാർക്കിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. കോഴിക്കോട് ബീച്ച് റോഡിൽ ലൈറ്റ് ഹൗസിനടുത്തായി ഒരേക്കറിലധികം പരന്നു കിടക്കുന്നതാണ് ലയൺസ് പാർക്ക്. പൂർണ്ണമായും കുട്ടികളുടെ മാനസിക കായികോല്ലാസത്തിനായി നിർമ്മിച്ചതാണ് ഇത്. പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ അധികൃതർ കണ്ണു തുറന്ന് കാണണം. ചുറ്റുമതിലുകളെല്ലാം നശിച്ച അവസ്ഥയിലാണ്. ആർക്കും ഏതു വഴിയിലൂടെ വേണമെങ്കിലും പാർക്കിലേക്ക് പ്രവേശിക്കാവുന്ന സാഹചര്യം. പുല്ലും കാടും വളർന്ന് ആർക്കും കാല് കുത്താനാകാത്ത അവസ്ഥ. ഇവിടേക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു 4 വയസ്സ് 5 വയസ്സ് ആ ടൈമിൽ ഞാൻ കളിച്ചു വന്ന, പിന്നെ ഇതിപ്പം പെട്ടെന്ന് വന്നപ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. വെള്ളമടിക്കുന്ന ടീംസ് ഉണ്ട്, സ്റ്റെപ്പ് അടിക്കുന്ന ടീംസ് ഉണ്ട്. ഇത് ഞങ്ങൾ ഇവിടെ കാണില്ല, രാത്രി ആകുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. എവിടെയും വൃത്തിഹീനമായ സാഹചര്യം, ചെളിയും വേസ്റ്റും മലിനജലവും മാത്രം. പട്ടാപ്പകൽ പോലും പട്ടികളും എലികളുമൊക്കെ കയറിയിറങ്ങി നടക്കുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് എങ്ങനെയാണ് കളിക്കാനാവുക? കുട്ടികൾക്കായി തീം ആൻഡ് അമ്യൂസ്മെന്റ് പാർക്കായാണ് തുടക്കം. 2002 അവസാനമായി പാർക്ക് നവീകരണം നടത്തിയത്. പിന്നീട് ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് വ്യക്തം. സമാനാവസ്ഥയിൽ തന്നെയാണ് സമീപത്തെ ഭട്ട് ബീച്ചും. കടൽ കയറി നശിച്ച ബീച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നാലഞ്ച് മാസം ഇങ്ങനെ തന്നെ കിടക്കുന്നത്. അതിനെ ഒരു വന്ന് നോക്കി എന്തെങ്കിലും ചെയ്യേ, അതിനുള്ള ഒരു പ്രതിവിധി അവർ കാണുന്നില്ല. പലരോടും പറയില്ല വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, അതിൻ്റെ അകത്ത് പല അസുഖങ്ങൾ. കുട്ടികൾക്ക് ഒരു പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് ഉല്ലസിക്കാനൊന്നും പറ്റുന്നില്ല. അവരത് അങ്ങോട്ട് നടന്ന് താനെ വീണു പോയി. ഇരുട്ടാണെങ്കിൽ ഒന്നായിട്ട് വെളിച്ചമില്ല. ഇവിടെ രാത്രി വന്നിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ കുറേ ട്യൂബുകളൊന്നും കത്തുന്നുമില്ല. കടൽക്കാറ്റേറ്റിരുന്ന് അസ്തമയം ആസ്വദിക്കാനായി കോഴിക്കോട് എത്തുന്നവർക്ക് നിരാശ മാത്രമാണ് ഫലം. കോഴിക്കോടുള്ളവരും കോഴിക്കോടേക്ക് എത്തുന്നവരും ഉറപ്പായും എത്തുന്ന സ്ഥലങ്ങളാണ് പാർക്കുകളും ബീച്ചുകളും. എന്നാൽ പാർക്കുകളുടെ ദയനീയാവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. അധികൃതർ ഇടപെടുക തന്നെ വേണം. ഈ പാർക്കുകൾക്ക് ശാപമോക്ഷം നൽകണം. സനിൽകുമാറിനൊപ്പം വിവിന വിതുര, അമൃത ന്യൂസ്, കോഴിക്കോട്.